കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ദൈവവചനത്തിലെ അതീവ പ്രാധാന്യമുള്ള ഒരു ഉപദേശം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പഴയ നിയമവും പുതിയ നിയമവും പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശ വിഷയം നമ്മൾ വിവിധ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊരുമിച്ച് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. ഗോഡ് ഇൻ 3 പേഴ്സൺസ് എന്നുള്ളതാകുന്ന ആ ഒരു വിഷയമാണല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സാരാംശത്തിൽ ഏകത്വമുള്ള പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തികളായി നിത്യരായി നിലകൊള്ളുന്ന ആ ദൈവം എങ്ങനെയാണ് അവിടുത്തെ പ്രവൃത്തിയിലും അല്ലെങ്കിൽ അവിടുത്തെ സൃഷ്ടിപ്പിലും പരിപാലനത്തിലും ഏകത്വം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഹൗ ദേ ആർ വൺ ഇൻ ക്രിയേഷൻ ആൻഡ് പ്രൊവിഡൻസ്. സൃഷ്ടിയിൽ മാത്രമല്ല, പ്രൊവിഡൻസിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ആ വൺനെസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും ആ 3 പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ആ 3 പേഴ്സൺസ് വൺ ഗോഡ് എന്നുള്ളതാകുന്ന ആശയം ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച വിഷയം അതിൻ്റെ 17 മുതലുള്ള വേദഭാഗത്ത് അല്ലെങ്കിൽ സൃഷ്ടി എന്നുള്ളതും ആ സൃഷ്ടിയെ പരിപാലിക്കുക എന്നുള്ളതും ത്രിയേക ദൈവത്തിൻ്റെ അഭിവാജ്യമാകുന്ന പ്രവൃത്തിയാണ്. ക്രിയേഷൻ ആൻഡ് ഓൾസോ സസ്റ്റെയിനിങ് or the providence of creation is the one divine work of an undivided Godhead എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ത്രിയേക ദൈവം, ട്രയൂൺ ഗോഡിൻ്റെ ഏക പ്രവൃത്തിയാണ്. അത് വിഭാഗിക്കപ്പെടുന്നില്ല. It is not divided. There is only one work of creation and one work of providence. അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു. എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മൾ തുടർന്ന് കഴിയുമെങ്കിൽ ഇന്ന് നമുക്ക് ഈ പഠനം ഒരുപക്ഷേ ഇത് വളരെ ബൃഹത്താകുന്ന വിഷയമാണ്. ഒരുപാട് വേദഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിപ്പാനായിട്ടുണ്ട്. എന്നാൽ കഴിയുമെങ്കിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് ആയിരിക്കാം. ഞാൻ വേഗത്തിൽ പോകുന്നെങ്കിൽ നിങ്ങൾക്കെന്നെ അത് പിന്നീട് സമയം ഞാൻ വേർതിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമാക്കുവാനായിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമതായിട്ട് പിതാവും പുത്രനും ഒരേ ദൈവിക അറിവും ശക്തിയും പങ്കിടുന്നുവെന്ന് യേശുക്രിസ്തു ഈ വേദഭാഗത്ത് പഠിപ്പിക്കുന്നു. 2 കാര്യങ്ങൾ. ജീസസ് ക്രൈസ്റ്റ് taught that the Father and the Son share one divine knowledge and power. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗോഡ് ഈസ് ഒംനിസെൻറ്റ് എന്ന് നമ്മൾ പറയും. ഗോഡ് ഈസ്, ദൈവം സർവജ്ഞാനിയാണ്. മാത്രമല്ല ദൈവം സർവശക്തിയാണ്, ദൈവം സർവശക്തനാണ്. അപ്പോൾ ഏക ദൈവത്തെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ പിതാവും പുത്രനും ആ ഒരേ ദൈവികമാകുന്ന അറിവും നോളജ്, ഒരേ ദൈവികമാകുന്ന ശക്തി
ശക്തിയും ഷെയർ ചെയ്യുന്നു. ദർ ഈസ് ഓൺലി വൺ ഗോഡ്, 3 persons, and therefore there is only one divine knowledge. There is only one divine power. നോക്കുക, അത് പിതാവും പുത്രനും പങ്കിടുന്നു. Father and the Son share one divine knowledge and power. ഓക്കെ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ ദയവായിട്ട് ബൈബിള് തുറക്കുക. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ 19 വരെയുള്ള വേദഭാഗമാണ് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ 20 ഈ ഒരു വിഷയം ഫർദർ ഒന്ന് പറഞ്ഞു പോകുവാൻ നമ്മൾ താല്പര്യപ്പെടുകയാണ്. ആ 20-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്ന അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിക്കുന്നതാകുന്ന കാര്യം 5:20, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നത് ഒക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. എന്തൊക്കെയാണ് ഈ പ്രവൃത്തികൾ എന്നുള്ളതാണ് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ again we note the father son order. പിതാവെന്നും പുത്രനെന്നുമുള്ളതാകുന്ന ആ ഒരു ക്രമം, അത് എന്താ, അവർ ശക്തിയിൽ വ്യത്യസ്തരാണെന്നോ അങ്ങനെയുള്ള കാര്യമല്ല, ആ ഓർഡർ അല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ ചിന്തിച്ച വിഷയമാണ്. നേരെ മറിച്ച് ഒരു ഫങ്ഷണൽ ഓർഡറാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചതാണ്, പിതാവെന്നും പുത്രനെന്നുമുള്ള. ബട്ട് ദ റിലേഷണൽ പ്രയോറിറ്റി ഓഫ് ദ ഫാദർ ബിഫോർ ദ സൺ ഡസ് നോട്ട് ഡിമിനിഷ് the wonder of what the Father shares with him, for it includes divine omniscience. അത് പിതാവ് പുത്രനെ he shows him all things, അതായത് താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുന്നു. അടുത്തത് ഓൾസോ ഹിസ് omnipotence, ദൈവത്തിൻ്റെ സർവശക്തി, ഗ്രേറ്റർ വർക്ക്സ് ദാറ്റ് ഈ മേ മാർവൽ, നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. ഈ പ്രവൃത്തികൾ എന്താണെന്നാണ് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ദീസ് ഇൻക്ലൂഡ് ദ വർക്ക്സ് ഓഫ് ഗിവിംഗ് ലൈഫ് ടു ദ ഡെഡ് and the universal judgment of the mankind, implying that the Father and the Son share the full knowledge and power of deity. ആ ദൈവം, ആ ഡീറ്റിയുടെ ദിവ്യത്വത്തിൻ്റെ ആ സമ്പൂർണമാകുന്ന അറിവും ശക്തിയും ഒരുപോലെ പിതാവും പുത്രനും പങ്കിടുകയാണ് എന്നുള്ളത് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും തനിച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദ ജഡ്ജ് ഓഫ് ഓൾ ദ വേൾഡ് ക്യാൻ ഓൺലി ബി ഗോഡ്. ദെർഫോർ ജീസസ് ക്ലെയിംസ് ടു ബി ഈക്വൽ ടു ആൻഡ് ഐഡൻറ്റിക്കൽ വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള തൻ്റെ എന്താ പറയുന്നത്, ഈക്വാലിറ്റി, അല്ലെങ്കിൽ അവിടുന്ന് ദൈവമാണ് എന്നുള്ള കാര്യമാണ് യേശു കർത്താവ് ഇവിടെ അവകാശപ്പെടുന്നത്. കാരണം ലോകത്തെ വിധിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പുത്രൻ പറയുകയാണ്, ന്യായവിധി പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. The Father assigned these works to the incarnate mediator so that
the Son would be glorified as God. That all men should honor the Son even as they honor the Father. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. നോക്കുക, ഇവിടെ നമ്മൾ കാണുന്ന 17 മുതൽ 18 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ഈക്വാലിറ്റി ഇൻ എസൻസ്, നോക്കുക, ആ സാരാംശത്തിലുള്ളതാകുന്ന സമത്വം, ഈക്വലാണ് പിതാവ് പുത്രനെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്നു. 2, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലും പിതാവും പുത്രനും ഈക്വലാണ്. ആൻഡ് സോ ഈക്വാലിറ്റി ഇൻ എസൻസ് and in works calls for equality in honor. അപ്പോൾ സാരാംശത്തിലും പ്രവൃത്തിയിലും പിതാവും പുത്രനും സമന്മാരാണെന്ന് പറയുമ്പോൾ പുത്രൻ്റെയും പിതാവിൻ്റെയും ബഹുമാനത്തിലും അവരെ ബഹുമാനിക്കുന്നതിലും അവിടുന്ന് സമന്മാരാണ്. സിൻസ് there is one God, equality in essence, works and honor also implies oneness in deity. നോക്കണം, ആ വേദഭാഗം നമ്മൾ മനസ്സിരുത്തി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രൻ ചെയ്യുന്നു. അതിൻ്റെ ശേഷം മരിച്ചവരെ ഉയർപ്പിക്കുന്നു. പിതാവാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. പുത്രൻ പറയുന്നു, പുത്രൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. പിതാവ് ന്യായവിധി പുത്രനെ ഭരമേൽപ്പിക്കുന്നു. ന്യായം വിധിപ്പാൻ അധികാരമുള്ളത് ദൈവം മാത്രമാകുന്നു. അപ്പോൾ യേശു അവകാശപ്പെടുകയാണ്, ഞാൻ ദൈവം. അത് നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മുകളിലത്തെ വേദഭാഗത്ത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ആ യഹൂദന്മാർ താൻ ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞുകൊണ്ട് താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. അപ്പോൾ യേശു കർത്താവ് ഇവിടെ പറയുന്ന കാര്യം തൻ്റെ കേൾവിക്കാരാകുന്ന യഹൂദന്മാർക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ക്രൈസ്റ്റ് സേസ്, ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. ഈ വേദഭാഗം വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മൾ കണ്ടു, വണ്ണസ് കണ്ടു, വണ്ണസ് ഏകത്വം കണ്ടു, അല്ലേ? ഒരു ദൈവിക പ്രവൃത്തി, ഒരു ദൈവിക പരിപാലനം, ദൈവത്തിൻ്റെ ന്യായവിധി ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ അറിവ് ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ ശക്തി ഒന്നേ ഉള്ളൂ. ആ ശക്തി പിതാവിനുള്ളതുപോലെ പുത്രനും അതേ ശക്തി ഉണ്ടെന്ന് പറയുന്നു. പിതാവ് ചെയ്യുന്നത് തന്നെ പുത്രൻ ചെയ്യുന്നെന്ന് പറയുന്നു. അപ്പോൾ ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ പിതാവ് പുത്രൻ എന്നുള്ള ബഹുത്വം നിലനിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഏകത്വമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് 3 ദൈവങ്ങൾ എന്ന കൺസെപ്റ്റ് അല്ല ട്രൈയൂണിറ്റി പഠിപ്പിക്കുന്നത്, ഏകദൈവം. നിങ്ങൾക്കത് മനസ്സിലായെന്ന എൻ്റെ ഒരു ചിന്ത. അതാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏകദൈവം, ആ ഏകദൈവത്തിന് ഏകപ്രവൃത്തിയേ ഉള്ളൂ, ഏകമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. പിതാവ് ചെയ്യുന്നു, പുത്രൻ ചെയ്യുന്നു. പിതാവ് ന്യായം വിധിക്കാതെ പുത്രനെ ഏൽപ്പിക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നു, പുത്രൻ ഉയർപ്പിക്കുന്നു. അപ്പം ഇതെല്ലാം പറയുമ്പോൾ ദൈവത്തിൻ്റെ ഏകത്വം ഉറപ്പിച്ച് പറയുമ്പോൾ തന്നെ ആ ത്രിയേക ദൈവത്തിലുള്ള ബഹുത്വം, പ്ലൂറാലിറ്റി ഓഫ് ഡിവൈൻ പേഴ്സൺസ് ഓൾസോ ടോട്ട് ഇൻ ദിസ് പാസേജ്. ഹൗ വണ്ടർഫുൾ! എത്ര മനോഹരമായിട്ടാണ്. ഇനിയും അത് പറയുമ്പോൾ ഈ വേദഭാഗം പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യം
വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഈ വേദഭാഗം പ്രത്യേകിച്ച് ഈ വണ്ണസ് പെൻറ്റക്കോസ്റ്റൽസ് എടുക്കുന്ന ഒരു വേദഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വേദഭാഗം നിങ്ങളെ ഡിസ്പ്ലേ ചെയ്ത് കാണിപ്പാനായി താല്പര്യപ്പെടുന്നത്. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ എന്ന് പറഞ്ഞാൽ, ഇൻ ദ ടെക്സ്റ്റ് യൂസ്ഡ് the Greek masculine case for one. ഒരുവൻ എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനും, if the text use the Greek masculine case for one, ഒരുവൻ, ഞാനും പിതാവും ഒരുവനാകുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ഒരു പദം ഹെയ്സ് എന്ന ഗ്രീക്ക് പദമാണ് ആ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നതെങ്കിൽ വേണമെങ്കിൽ പറയാമായിരുന്നു പിതാവും പുത്രനും ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിയാണെന്ന് പറയാമായിരുന്നു. എന്നാൽ ഞാനും പിതാവും ഒരുവനാണ് എന്നല്ല കർത്താവ് പറയുന്നത്. പിന്നെയോ മലയാളത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പോലെ ഇറ്റ് വുഡ് സജസ്റ്റ് വൺ പേഴ്സൺ ഇഫ് ദ ഫോർമർ word was used. ഹെയ്സ് എന്ന വൺ എന്നുള്ള ആ പദം അങ്ങനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാനും പിതാവും ഒരുവനെന്ന് പറയാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് യൂസസ് ദ ന്യൂട്ടർ ഹെൻ, ഒന്നാകുന്നു, വിച്ച് സജസ്റ്റ് എ വൺനെസ് ഇൻ നേച്ചർ. അപ്പോൾ സ്വഭാവത്തിൽ, ആ സത്തയിൽ, എസൻസിൽ ഞാനും പിതാവും ഒന്നാകുന്നു. Their oneness cannot be limited to a common will and task to save Christ's sheep, for his execution of this will and task is plainly a divine work and presupposes a unity of essence between himself and God far deeper than mere agreement, such as might be shared by other human servants of God. ഇവിടെ ഈ ഒരു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്നത്, നമ്മളിൽ ആരെങ്കിലും രണ്ടുപേര് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്കൊരു പർപ്പസ് ഉണ്ട് എന്ന് വേണേൽ ഭാഷയെ പറയാം. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഒന്നാ എന്ന് നമ്മൾ പറയും. ആ നിലയിലല്ല ഞാനും പിതാവും ഒന്നാകുന്നു എന്ന ആ ഒരു പഠിപ്പിക്കലിൽ കർത്താവ് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ വേദഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരുവാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. 10-ാമത്തെ അധ്യായം അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 10 ബിഗിനിങ് വിത്ത് വേഴ്സ് 27. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. നോക്കുക, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ അവയ്ക്ക് നിത്യജീവൻ, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. മുകളിൽ യേശു കർത്താവ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്ന് ആരും അവയെ, വേഴ്സ് 28, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. 29-ാമത്തെ വാക്യത്തിലേക്ക്, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നോക്കിയേ, യേശു കർത്താവ് ഒരേ ശ്വാസത്തിൽ പറയുകയാണ്, ആരും
എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അടുത്ത വാക്യം, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അവിടെ ആ വേദഭാഗം, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് തന്നെയും ഇൻക്ലൂഡ് ചെയ്യുക. ഏതർത്ഥത്തിലാണെന്നറിയാമോ? ഇപ്പോൾ ഭൂമിയിൽ മനുഷ്യൻ എന്ന നിലയിൽ പിതാവിനെ എല്ലാവരിലും വലിയവൻ, ഗ്രേറ്റർ, ദ ഫാദർ ഈസ് ഗ്രേറ്റർ ദാൻ ഓൾ, ഗ്രേറ്റർ ദാൻ ഓൾ. അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് അത് പറയുമ്പോൾ ആസ് എ മീഡിയേറ്റർ, ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള സമ്പൂർണ്ണ മനുഷ്യനാകുന്ന അതേസമയം സമ്പൂർണ്ണ ദൈവമാകുന്ന ക്രിസ്തു പറയുകയാണ്, പിതാവ് എല്ലാവരിലും വലിയവൻ. ആ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അവയെ പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. ഉടനെ അടുത്ത ശ്വാസത്തിൽ പറയുകയാണ്, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, എൻ്റെ പിതാവിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. എൻ്റെ കയ്യിൽ നിന്നും ആർക്കും അവയെ പിടിച്ച് പറിപ്പാൻ കഴിയുന്നതല്ല എന്ന് യേശു കർത്താവ് എന്നിട്ട് പറയുകയാണ്, ഐ ആൻഡ് ദ ഫാദർ ആർ വൺ. ഞാനും പിതാവും ഒന്നാകുന്നു. നോക്കിയേ, ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. പിതാവിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും അവയെ പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. കാരണം കർത്താവ് ഇവിടെ അവകാശപ്പെടുന്നത് അവിടുത്തെ ആ ഡിവിനിറ്റിയെയാണ്, അവിടുത്തെ ദിവ്യത്വത്തെയാണ്. ഹി ഷെയർസ് ഫുള്ളി ഇൻ ദാറ്റ് ഡിവിനിറ്റി എന്നുള്ള കാര്യം കർത്താവ് അവിടെ പറയുകയാണ്. ക്രൈസ്റ്റ് ഈസ് ടീച്ചിങ് ദാറ്റ് ദ ഫാദർ and the Son are one in the divine attributes of knowledge and power. അപ്പോൾ ശക്തിയിലും അറിവിലും ഈ രണ്ട് ദിവ്യമാകുന്ന സവിശേഷമാകുന്ന ആ സ്വഭാവ ഗുണത്തിലും പിതാവും പുത്രനും ഒന്നാകുന്നു. We are one. Since Christ exercises his saving office through the Holy Spirit, the Spirit must also have the same knowledge and power. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ, അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. സിൻസ് ക്രൈസ്റ്റ്, യേശു കർത്താവ് അവിടുത്തെ ആ രക്ഷിക്കുന്ന ആ ഔദ്യോഗികമാകുന്ന പദവി പരിശുദ്ധാത്മാവിലൂടെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ശക്തിയും ഈ അറിവും പരിശുദ്ധാത്മാവിനുമുണ്ട്. അതുകൊണ്ടല്ലേ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. കാരണം ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്, ഹി നോസ്. അതുമാത്രമല്ല, യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 11:2, അതുപോലെ വെളിപ്പാട് പുസ്തകം 5:6, ഇവിടെയെല്ലാം the sevenfold spirit in Isaiah and Revelation fills the incarnate Christ with divine power and knowledge. നമുക്കറിയാം, യെശയ്യാവിൻ്റെ പ്രവചനം 11-ാമത്തെ അധ്യായത്തിൽ മിശിഹായുടെ മേൽ ആവസിക്കുന്ന ആത്മാവിനെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ആ 7-fold സ്പിരിറ്റ് അത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7 ആത്മാക്കൾ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്ന ആ വിശേഷണങ്ങൾ 7 സമ്പൂർണത. നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചനം വേണേ ഒന്ന് വായിച്ചു. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, പിന്നെ ആലോചനയുടെയും
ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. പ്രിയപ്പെട്ടവരെ, അതിനോട് ചേർന്നതല്ലെങ്കിലും അതുകൊണ്ടാണ് ബി ഈ ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് എന്ന് അത് വൺസ് ഫോർ ഓൾ എക്സ്പീരിയൻസ് ആയിട്ടല്ല സുവിശേഷങ്ങളിൽ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ബീയിങ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. അതുകൊണ്ടാണ് പറയുന്നത് ബി ഈ ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. എഫേഷ്യൻസ് 5:18 താഴോട്ടാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. അതിൻ്റെ കാര്യം എന്നാ? യഹോവയുടെ ആത്മാവിൻ്റെ സവിശേഷത എന്താ? ഗുണങ്ങളെന്താ? എന്തൊക്കെയാ പറഞ്ഞേ, വായിച്ചേ. അല്ല, ആ വേദഭാഗം ജ്ഞാനത്തിൻ്റെയും വിവേകം ഇല്ലേ? ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, പിന്നെ ആലോചനയുടെ ആത്മാവ്, പിന്നെ ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. True infilling of the Holy Spirit will make you a mature Christian. അല്ലേ? Truly, if one is filled with the Spirit. ബാക്കിയൊക്കെ ചുമ്മാ കളിപ്പീര. If you are really controlled, filled by the Spirit, you will mature in Christ. ആ ആത്മാവാണ് ആരുടെ മേൽ ആവസിക്കുന്നതെന്നാണ് പറഞ്ഞേ? മിശിഹായുടെ മേൽ. ആ കാര്യത്തെക്കുറിച്ച് റെവലേഷൻ 5:6 നമ്മൾ വായിക്കുന്നു. എനിവേ, നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെയാണ് ആ മനുഷ്യനായ ക്രിസ്തു നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഈ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു അല്ലേ. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, they share equally the creation, the providence, the omniscience, പിന്നെ എന്താ പറയുന്നേ, വർക്ക്സ്, ദൈവത്തിൻ്റെ പ്രവൃത്തി. ദർ ഈസ് ഓൺലി വൺ, ഒറ്റ പ്രവൃത്തിയുള്ളൂ. ഈക്വലി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവിടുന്ന് ഷെയർ ചെയ്യുന്നു. Therefore, the Father, the Son, and the Holy Spirit together exercise the infinite wisdom and strength of the one divine nature toward the creation. Okay. ആ ദൈവത്തിൻ്റെ സീമകളില്ലാത്ത ആ ജ്ഞാനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ആ വൺ ഡിവൈൻ നേച്ചർ, ഒരു ദിവ്യമാകുന്ന എന്താ പറയുന്നേ ആ സ്വഭാവത്തിൽ അവിടുന്ന് അത് ഷെയർ ചെയ്യുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, ഒരു കാര്യം കൂടെ വളരെ പെട്ടെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്ത് ഞാൻ അടുത്ത വേദഭാഗം നമുക്ക് ഒന്ന് വായിക്കാം. അതായത് അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ട് ഒന്ന് വായിക്കാം. Verse 24. John's Gospel, chapter 5 and verse 24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ
അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ മൂന്നാമതായിട്ട് ഈ വേദഭാഗം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ജീസസ് ക്രൈസ്റ്റ് taught that the Father and the Son share one divine life. അതാണ് ഈ വേദഭാഗത്ത് യേശു കർത്താവ് പഠിപ്പിക്കുന്ന വിഷയം, വൺ ഡിവൈൻ ലൈഫ്. അതെന്താണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് കാണാനായിട്ട് പരിശ്രമിക്കാം. Christ explains, "For us the Father hath life in himself, so hath he given to the Son to have life in himself." പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. Again, the Father-Son order appears with priority belonging to the Father. However, just as the Father's having life in himself implies his self-existence as the living God, so the Son has the same life in himself. Okay. വീണ്ടും പിതാവിൻ്റേതായ മുൻഗണനയോടെ പിതാവ് പുത്രൻ എന്നുള്ളതാകുന്ന ആ ക്രമം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എന്നിരുന്നാലും പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉണ്ടായിരിക്കുന്നത് ജീവനുള്ള ദൈവമെന്ന നിലയിൽ അവിടുത്തെ സ്വയം അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നത് പോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. സെൽഫ് എക്സിസ്റ്റൻസ് എന്നതാകുന്ന ആ പദം സ്വയമായിട്ട് നിലനിൽക്കുക. അത് ആ വാക്ക് ചിലപ്പോൾ മലയാളത്തിൽ ചിലർ സ്വയംഭൂവായി എന്നൊക്കെ പറയാറുണ്ട്. അതല്ല കൃത്യമാകുന്ന വാക്ക്, ഈ ഒരു വാക്കാണ് സ്വയമായിട്ടുള്ള അസ്തിത്വം. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ട്. അപ്പോൾ തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുമാറ് വരം നൽകിയിരിക്കുന്നു എന്നുള്ളത് എഗെയിൻ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ് ആ വിഷയം. പിതാവെന്നും പുത്രനെന്നുമുള്ളതാകുന്ന ആ ഒരു ക്രമം വചനത്തിലുടനീളം നമ്മൾ വായിക്കുന്നു. പക്ഷെങ്കിൽ ഈക്വലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. Thus Christ could say that he is the life. യേശു കർത്താവ് പറഞ്ഞല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 11:25, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. Likewise, the Spirit comes to believers through Christ as rivers of living water. അത് 7-ാമത്തെ അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിനമാകുന്ന ആ മഹാദിവസം യേശു നിന്നിട്ട് ഇച്ഛിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഒന്ന് വായിക്കാമോ? ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. നോക്കുക, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, ഫ്രം വിത്തിൻ, ജീവജലത്തിൻ്റെ നദികൾ, റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ. ഈ ഒരു റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ എന്നത് പഴയ നിയമത്തിൽ യഹോവയാകുന്ന ദൈവത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ആ വേദഭാഗം നിങ്ങൾ കാണണമെങ്കിൽ ദ ഫൗണ്ടൻ ഓഫ് ലിവിങ് വാട്ടേഴ്സ്, ജെറമായ 17:8 and 13. എൻ്റെ ജനം, അതെ അല്ലേ ആ വാക്യമല്ലേ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. അതിന്റെ 13-ാമത്തെ വാക്യം, ഞങ്ങളുടെ വിശുദ്ധ മന്ദിര സ്ഥാനമേ, ഇസ്രായേലിന്റെ പ്രത്യാശ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഇവരും ലജ്ജിച്ചു പോകും, എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞു. ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചല്ലോ. അതാണ് യേശു കർത്താവ് പറയുന്നത്.
ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യെരമ്യാവിൻ്റെ പ്രവചനത്തിലെ ആ ഒരു റെഫറൻസാണ് കർത്താവ് സത്യത്തിൽ അവിടെ പറയുന്നത്. അപ്പോൾ ജീവജലം, ലിവിങ് വാട്ടേഴ്സ്, യേശു കർത്താവ് പറയുകയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. Therefore, the Father, the Son and the Holy Spirit are the one living God. One living God. കാരണം നമ്മൾ കണ്ടു, പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. The Father has life in himself. Likewise, the Son it is given to the Son, our order, that he has life in himself. And about the Holy Spirit, Christ refers to him as the fountain of living water. And in the Old Testament, in the book of Jeremiah, that fountain of living water is Yahweh, Jehovah. So, the Father, Son, and the Spirit are one. ഇനിയും അവസാനമായിട്ട് ഈ ഒരു കാര്യം കൂടെ വളരെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. Fourth, Jesus Christ taught that the Father and the Son share one divine will in the divine nature. അത് നമുക്ക് ഈ തുടർന്നുള്ളതാകുന്ന വേദഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവിക സ്വഭാവത്തിൽ പിതാവും പുത്രനും ഒരു ദൈവിക ഹിതം പങ്കിടുന്നുവെന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചു. നമുക്കറിയാം, there is a complexity to Christ's will because he is both God and man. Christ perfectly submitted his human will to the Father's will so that his soul never rebelled against God. ഇത് ഈ ഒരു കാര്യം, അതായത് നമ്മുടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആസ് എ ഹ്യൂമൻ ബീയിങ്, സമ്പൂർണമായും മനുഷ്യനെന്ന നിലയിൽ കർത്താവിന് നമുക്കൊരു ഹിതമുള്ളതുപോലെ യേശു കർത്താവിനും സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ഒരു ഹിതം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ഹിതവും കർത്താവിൻ്റെ ഹിതവും തമ്മിലുള്ളതാകുന്ന വ്യത്യാസം, നമ്മുടെ ഹിതമെല്ലാം നമ്മുടേതാകുന്ന സ്വാർത്ഥതയിൽ നിന്നും പാപത്തിൽ നിന്നും ഉളവാകുന്നതാണെങ്കിൽ, യേശു കർത്താവിൽ പാപമില്ലാത്ത പരിശുദ്ധനിൽ അവിടുത്തെ സമ്പൂർണ്ണ മനുഷ്യത്വത്തിൽ പരിശുദ്ധമായ ഒരു ദൈവീക ഹിതമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ ദൈവിക ഹിതമല്ല, പരിശുദ്ധമാകുന്ന ഒരു മനുഷ്യഹിതമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ യേശു കർത്താവ് ആ മനുഷ്യഹിതത്തെ, തൻ്റെ ഹിതത്തെ പിതാവിൻ്റെ ഹിതത്തിന് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇനി ഞാനത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോയാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ചില വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ എന്നെ അയച്ചവൻ്റെ ഹിതമല്ല, ഞാൻ എൻ്റെ ഹിതമല്ല, എന്നെ അയച്ചവൻ്റെ ഹിതമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് ഒരു സങ്കീർണതയുണ്ട്. കാരണം അവിടുന്ന് ദൈവവും മനുഷ്യനുമാണ്. ക്രിസ്തു തൻ്റെ മാനുഷിക ഹിതം പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു. അങ്ങനെ അവിടുത്തെ ആത്മാവ് ഒരിക്കലും ദൈവത്തിനെതിരെ ഹി വാസ് നോട്ട് ഇൻ എനി വേ, ഷേപ്പ് ഓർ ഫോം റിബല്യസ് ഇൻ ഹിസ് ഹ്യൂമൻ വിൽ എഗെൻസ്റ്റ് ഗാഡ്. ഈ വേദഭാഗങ്ങളെല്ലാം അതുകൊണ്ടല്ലേ ഗതസമനയിൽ കർത്താവ് പറയുന്നത്, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ഈ വേദഭാഗങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14:36, യോഹന്നാൻ 5:30, 6:38, 8:29, 12:27. ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ യേശു കർത്താവ് മനുഷ്യൻ എന്ന നിലയിൽ അവിടുത്തെ ഹിതത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഗതസമനയിൽ നമ്മൾ കാണുന്നത്. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ, പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യനായ
ക്രിസ്തു, മനുഷ്യനായ ക്രിസ്തു. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. യോഹന്നാൻ 5:30. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. 6:38. ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. യോഹന്നാൻ 8:29. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. യോഹന്നാൻ 12:27. ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. എഗെയിൻ നമ്മുടെ കർത്താവിൻ്റെ ആ വാക്കുകളാണ്. ഞാൻ എന്താ പറയേണ്ടത്? ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അതാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അതോ ഉടനെ കർത്താവ് പറയുക, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് ഇറങ്ങി. അപ്പോൾ കർത്താവ് സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ദർ വാസ് നോട്ട് എ, എന്താ പറയുന്നേ, പാപത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതിരുന്ന ആ സമ്പൂർണമാകുന്ന പരിശുദ്ധമാകുന്ന മനുഷ്യഹിതം ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ കർത്താവ് പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിക്കുന്നു. ഈ 5:21 നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദഭാഗത്ത്, however, Christ told us that he also has a sovereign will. ഓക്കെ, മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യഹിതം കർത്താവിനുണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതല്ലല്ലോ, ഞാൻ എൻ്റെ ഹിതമല്ല എന്നെ അയച്ചവൻ്റെ ഹിതം ചെയ്യുവാൻ. എന്നാൽ അറ്റ് ദ സെയിം ടൈം he also has a sovereign will. ഒരു പരമാധികാരമുള്ള, അവിടുന്ന് ഒരു മീഡിയേറ്ററായി ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ പുത്രന് ഒരു പരമാധികാരമുള്ള ആ ഡിവൈൻ വിൽ അവിടുത്തേക്കുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ചിലർ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ ചിലർ അബദ്ധത്തിൽ പറയുന്നതാണ്, കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ദിവ്യത്വം അവിടെ വെച്ചേച്ചാ ഇങ്ങോട്ട് വന്നതെന്ന്. അങ്ങനല്ല. കെനോസിസ് തിയറി എന്നൊക്കെ അതിനെ വിളിക്കുന്നത്. ഒഴിച്ചു എന്ന പദം, തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനെ. അപ്പോൾ ഒഴിച്ചപ്പോൾ ആ ഡിവിനിറ്റിയും ഒഴിച്ചിട്ടാണ് വന്നത് എന്നുള്ള ഒരു ചിന്തയുണ്ട്. അങ്ങനെയല്ല. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ, Christ told us that he also has a sovereign will. അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നതുപോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. ഈ മരണത്തിൽ നിന്നുള്ള ജീവൻ ഏതാണെന്നറിയാമോ? നമ്മുടെ വീണ്ടും ജനനത്തെയാണ് ഇത് കുറിക്കുന്നത്. ഇത് വീണ്ടും ജനനത്തെയാണ്. പിതാവ് തന്നിൽ തന്നെ, പിതാവ് ജീവനെ കൊടുക്കുന്നു, അതുപോലെ പുത്രന് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? ഫോളോവിങ് വേഴ്സസൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 11:27 ആൻഡ് ജോൺ 15. ഓക്കെ, എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ സുവിശേഷം നമുക്കറിയാം. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. അടുത്തത് പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ. പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവൻ. ഓക്കെ, പുത്രന് വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല?
പിതാവിനെ അറിയുന്നില്ല. നമ്മളിവിടെ 5:21 നമ്മൾ കണ്ടതാ. പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. സോ മനുഷ്യനെന്ന നിലയിൽ ഒരു സമ്പൂർണ്ണ മനുഷ്യഹിതം പുത്രനുള്ളപ്പോൾ തന്നെ കർത്താവ് ഇവിടെ പറയുകയാണ്, അവിടുത്തേക്കൊരു പരമാധികാരമുള്ള ദിവ്യമായ ഹിതം അവിടുത്തേക്കുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പുത്രനും പിതാവ് താൻ ഇച്ഛിക്കുന്നവരെ, അല്ലേ, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ക്രിസ്തുവിൻ്റെ പരമാധികാര ദൈവിക തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രയോഗമാണ്. യോഹന്നാൻ 15:16 ഒന്ന് വായിക്കാമോ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, പിന്നെ ആരാ? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അപ്പോൾ പിതാവ് തിരഞ്ഞെടുക്കുന്നു. പുത്രൻ പറയുക, പുത്രൻ ഇച്ഛിക്കുന്നവന് ജീവൻ കൊടുക്കുന്നു. പുത്രൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആർക്കും പിതാവിനെ അറിയാൻ കഴിയില്ല. സോ ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ it is not a separate will from that of the Father, for Christ does nothing of himself apart from the Father. ഓക്കെ, അപ്പോൾ പുത്രൻ ഇച്ഛിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നു, പിതാവ് ഇച്ഛിക്കുന്നവരെ ഉണർത്തി ജീവിപ്പിക്കുന്നു, പുത്രനും ജീവിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് അല്ല, പിന്നെന്താ, ഒന്ന് തന്നെയാണ്. അതാണ് അതിൻ്റെ 5:19 നമ്മൾ വായിച്ചതാകുന്ന വേദഭാഗം. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. സോ ബട്ട് ഇൻ ദ യൂണിറ്റി ഓഫ് ഹിസ് പേഴ്സൺ ആസ് ദ വൺ who is both God and man, he always does the will of the Father who has sent me. 30-ാമത്തെ വാക്യത്തിലാണ്, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. what I hear from my Father. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. നോക്കിയേ, ഞാൻ എൻ്റെ വാക്കുകളെ ഇന്ന് അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുക. നമുക്ക് അനേക വേദഭാഗങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ കാണാനായിട്ട് കഴിയുന്നു. ആ എസൻഷ്യലായിട്ടുള്ള ദൈവത്തിൻ്റെ സാരാംശത്തിലുള്ള ആ വണ്ണസ്, ഏകത്വം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവൃത്തിയിൽ, സൃഷ്ടിപ്പിൽ, പരിപാലനത്തിൽ, പിന്നെ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിൽ, ന്യായവിധിയിൽ മാത്രമല്ല, അതിലെല്ലാം ഇമ്പോർട്ടൻ്റായിട്ട് നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് നിത്യജീവൻ തരുവാൻ പിതാവിന് ഹിതമായതുപോലെ പുത്രനും ഹിതമായി താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ കൊടുക്കുന്നു. പുത്രൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രൊവിഡൻസ്, അവിടുത്തെ സൃഷ്ടി, അവിടുത്തെ ജ്ഞാനം, അവിടുത്തെ ഹിതം, there is only one divine will, there is only one divine power, there is only one divine knowledge, there is only one. ഈ ഒരുപോലെ പിതാവ് ചെയ്യുന്നു, പുത്രനും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചും അത് തന്നെ പറയുന്നു. വൺ ഗോഡ് ഇൻ 3 persons, ബ്ലസ്സഡ് ട്രിനിറ്റി. അല്ലേ, ഏകദൈവം, 3 വ്യക്തികൾ, ബ്ലസ്സഡ് ട്രിനിറ്റി. അതാ വേദപുസ്തകത്തിൻ്റെ ഓൺലി ദിസ് ടീച്ചിങ് ഫിറ്റ്സ് ഇൻ ദ ബൈബിൾ. നമ്മളെന്തുകൊണ്ടാണ് തൃത്വം ഉപദേശിക്കുന്നത്? തൃത്വമേ ഫിറ്റിനാകത്തുള്ളൂ.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടു നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ബന്ധങ്ങളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ഇല്ലേ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ, കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എല്ലാം ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ദ ട്രൈയൂണിറ്റി ഓഫ് ഗോഡ്, ദ ട്രൈയൂൺ ഗോഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് വേദപുസ്തകം വിവിധ നിലകളിൽ, വിവിധ വേദഭാഗങ്ങളിൽ നമുക്ക് ബോധിപ്പിച്ച് തരുന്നത് ആശയത്തെ നമുക്ക് വ്യക്തമാക്കി തരാൻ ഉപയോഗിക്കുന്ന ഒരു പദമെന്നേ ഉള്ളൂ ട്രൈയൂണിറ്റി. പലരും ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്, തൃത്വം എന്ന വാക്ക് വേദപുസ്തകത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ ന്യായമായിട്ട് നമ്മൾ വേറൊരു കാര്യം ചോദിക്കണം, യേശുവിൻ്റെ രണ്ടാമത്തെ വരവെന്ന് വേദപുസ്തകത്തിലുണ്ടോ? ഇല്ല, ഇല്ല. രണ്ടാമത് പ്രത്യക്ഷനാകുമെന്നുണ്ട്. പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ വരവ്, അങ്ങനെ പല പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന, പല ആശയങ്ങൾ ക്രോഡീകരിച്ച് പറയുന്ന പല സെൻറ്റൻസുകളും വേദപുസ്തകത്തിലില്ല. പക്ഷേ ആശയമുണ്ട്. അതുപോലെ തന്നെയാണ് ത്രിയേകത്വം എന്ന പദം വേദപുസ്തകത്തിലില്ല, ആശയമുണ്ട്. നമ്മൾ പഠിച്ച, ഓഫ് കോഴ്സ് ഇറ്റ് മസ്റ്റ് ബി ദാറ്റ്. കാരണം God being who He is, the Creator, and when we talk about God, there is the limitations. നിശ്ചയമായിട്ടും സൃഷ്ടികർത്താവാകുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സൃഷ്ടി എന്ന പരിമിതി നമുക്കുണ്ട്. ആ പരിമിതി, ആ മിസ്റ്ററി, ഒരുപക്ഷെ മിസ്റ്ററി എന്ന് പറയാൻ പറ്റുകയില്ല, ആ ദൈവത്തിൻ്റെ ആഴങ്ങൾ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ലെങ്കിലും ഈ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ത്രിയേക ദൈവം എന്ന ഉപദേശം മാത്രമേ വേദപുസ്തകത്തിൻ്റെ കവർ ടു കവർ ഫിറ്റിനാകത്തുള്ളൂ. എസ്പെഷ്യലി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിൽ അവർക്ക് ഈ 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ഉപദേശം എന്ന നിലയിൽ അതിനെ ക്രോഡീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇറ്റ് വാസ് വെരി ക്ലിയർ ടു ദം. ദേ വർ എക്സ്പീരിയൻഷ്യൽ ട്രിനിറ്റേറിയൻസ്. എക്സ്പീരിയൻഷ്യൽ ട്രിനിറ്റേറിയൻസ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം, ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, യേശു കർത്താവിൻ്റെ സ്നാനത്തിങ്കൽ ആ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ കർത്താവ് ആ ജലത്തിൽ നിൽക്കുമ്പം ഉയരത്തിൽ നിന്ന് ശബ്ദം എന്താ? ഇവൻ എൻ്റെ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അടുത്തത്, പ്രാവെന്ന പോലെ ആത്മാവ് കർത്താവിൻ്റെ മേൽ ഇറങ്ങുന്നു. പിന്നീട് കർത്താവിനോട് അടുത്ത് ചേർന്ന് ജീവിച്ചവർ, കർത്താവിൻ്റെ മാറിടം ചാരുന്നവർ പോലും ചില സന്ദർഭങ്ങളിൽ കടലും കാറ്റും കൂടെ അനുസരിക്കുന്ന ഇവൻ ആർ, അല്ലേ, ഇവൻ ആർ, ഒരു ഹോളി ഫിയർ അവരെ വലയം ചെയ്യുക. ആ ഡിവൈൻ പ്രസൻസ് നോക്കി. അതാ ഞാൻ പറഞ്ഞത്, അപ്പോസ്റ്റൽസിനെ സംബന്ധിച്ചിടത്തോളം they didn't have to explain, or they didn't have to formulate a doctrine. That was not the need for them, because they were experiential Trinitarians. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള ആ കാര്യം അവരുടെ അനുഭവത്തിലൂടെ അവർ മനസ്സിലാക്കായിരുന്നു. അതുകൊണ്ടാണ് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് അത് വളരെ വ്യക്തമാണ്. കണ്ണു തുറന്ന് നമ്മളത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇത് വളരെ ക്ലിയറാണ്. ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറമായിട്ട് അനേക കാര്യങ്ങളുണ്ട്. കാരണം അങ്ങനെ തന്നെയാണത്. നിത്യതയിൽ പോലും
ദൈവത്തെ ആ നിലയിൽ നമ്മൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അതിൻ്റെ കാരണം എന്നാ? കാരണം സിമ്പിളാണ്. ദൈവം ആദിയും അന്തവും ഇല്ലാത്തവനാണ്. എന്നാൽ മനുഷ്യരാകുന്ന നമുക്ക് ആദിയുണ്ട്, പക്ഷെങ്കിൽ അന്തമില്ല. നമ്മൾ ഫൈനൈറ്റ് ക്രീച്ചേഴ്സാണ്, ദൈവം ഇൻഫൈനൈറ്റ്, ആദിയുമില്ല അന്തവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിത്യതയിൽ ഞാനങ്ങ് പറയുക കേട്ടോ, ഇത് ഞാനങ്ങും വായിച്ചതോ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നത്, നിത്യതയിൽ ഒരിക്കലും ഇറ്റേണിറ്റി വിൽ നെവർ എവർ ബി ബോറിങ്. നെവർ ഇറ്റേണിറ്റി വിൽ ബി ബോറിങ്. കാരണം എന്നറിയാമോ? എവ്രി ഡേ ഇറ്റ് വിൽ ബി ന്യൂ ഫോർ അസ്. എല്ലാ ദിവസവും. കാരണം പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകണം. എന്നിട്ട് പറയുകയാണ്, അതിൻ്റെ ആഴവും ഉയരവും നീളവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ. ഇറ്റ് ടേക്സ് ഓൾ ദ സെയിൻസ്, ലെറ്റ് മീ ആഡ് ദിസ്, ഇറ്റ് ടേക്സ് all the saints for all eternity. We will be exploring the length, the breadth and the width of God's love, and yet it will be beyond. God is infinite. God in 3 persons, blessed Trinity. ആ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് ഹി സഫേർഡ് സഫറിങ്, ഹ്യൂമൻ സഫറിങ് എന്തെന്ന് ജീവിതം കൊണ്ടും തൻ്റെ മരണം കൊണ്ടും അവിടുന്ന് അനുഭവിച്ചു. മാത്രമല്ല, തൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തെ നീക്കി നമുക്ക് ജീവൻ തന്നു, നിത്യജീവൻ തന്നു. ഈ ദൈവത്തെ സേവിപ്പാനായിട്ട് ദൈവം നമ്മെ അവിടുത്തെ മക്കളാക്കി തീർത്തു. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ അർത്ഥത്തിലും വി ആർ ട്രിനിറ്റേറിയൻസ്. നമ്മുടെ കൂട്ടായ്മയിലായാലും നമ്മുടെ സുവിശേഷീകരണത്തോളം ഏത് നിലയിൽ ചിന്തിച്ചാലും വി ആർ ട്രിനിറ്റേറിയൻസ്. ട്രിനിറ്റി എന്ന ബേസിക് ഡോക്ട്രിനിൽ വരുത്തുന്ന പിഴവുകളാണ് സകല ദുരുപദേശങ്ങളുടെയും ഉറവിടം. എനി റോങ് ഡോക്ട്രിൻ, ഏത് തെറ്റായ ഉപദേശം നമ്മൾ എടുക്കുക, അതിൻ്റെ ഉറവിടം either it has to do with God the Father, പിതാവാകുന്ന ദൈവത്തെ സംബന്ധിച്ച് അധികമില്ല എങ്കിൽ ഇക്കാലത്ത് അതുകൊണ്ട് ചില നമ്മുടെ ആൾക്കാരൊക്കെ തലേ കയറ്റി നടന്നുകൊണ്ടിരുന്ന ചില ആൾക്കാർ, എനിക്കറിയില്ല, അന്നും അവരൊക്കെ ഇന്ന് യഹോവയാകുന്ന ദൈവം ഒരു ഐ കാനോട്ട് ടെൽ ദാറ്റ് ദുഷ്ടനാണെന്നോ അതാണ്. അയ്യോ, എനിക്ക് ആ വാക്ക് പോലും എടുക്കാൻ ഭയമാണ്. നമ്മുടെ ആൾക്കാരൊക്കെ തലേ വെച്ചുകൊണ്ട് നടന്ന ചില മഹാന്മാർ ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞേ, എനി റോങ് ടീച്ചിങ് ഹാസ് ടു ഡു വിത്ത് ദ ഡോക്ട്രിൻ ഓഫ് ഗാഡ്. ദൈവത്തെക്കുറിച്ചുള്ള പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ ബ്ലെസ്സഡ് ട്രിനിറ്റിയിൽ നിന്നും വ്യതിചലിക്കുന്നത് എല്ലാം ദുരുപദേശങ്ങളാണ്. പുത്രനെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ പിതാവിനെക്കുറിച്ചോ എല്ലാം, എവ്രിതിങ്, എവ്രി ഹെറസി begins with a wrong understanding and the wrong teaching of the triune God. Every heresy, എല്ലാ ദുരുപദേശവും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നമ്മൾ വളരെ ബോധ്യമുള്ളവരായിരിക്കണം. എനിക്കറിയാം, അറ്റ്ലീസ്റ്റ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഫർദർ വായിപ്പാൻ, പഠിക്കുവാൻ, ഈ വേദഭാഗങ്ങൾ ഇനിയും നിങ്ങൾ വായിക്കുമ്പോൾ ഒരു പുതിയ ലൈറ്റിൽ അതിനെ കാണാനൊക്കെ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടുതലായിട്ട് ഈ സത്യങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ സഹോദരന്മാരെല്ലാവർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ഈ മീറ്റിംഗ് ഇപ്പോൾ അവസാനിപ്പിക്കാമല്ലോ.